ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം മൂലം കണ്ടതും കേട്ടതും എല്ലാം ചർച്ചാ വിഷയമാകുന്ന കാലമാണ്. ചിലതൊക്കെ അനാവശ്യ ചർച്ചകൾക്കും വഴിയൊരുക്കുന്നുണ്ട്. ഈ അഭിപ്രായ പ്രകടനങ്ങൾ അവകാശമാണെന്ന മട്ടിലാണ് ഓരോരുത്തരും പ്രതികരിക്കുന്നത്. എന്നാൽ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ നിജസ്ഥിതി ചിലപ്പോഴെങ്കിലും മറ്റെന്തെങ്കിലും ആകാം. അതിന്റെ വാസ്തവം അറിയാൻ ശ്രമിച്ചിട്ട് പ്രതികരിക്കുന്നതായിരിക്കും ഉചിതമായത്. പക്ഷം ചേർന്ന അഭിപ്രായം പറയുന്നതും ഇന്ന് കുറവല്ല. കൂടുതൽ പേർ തെറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തെറ്റ് ശരിയാകുന്നില്ലല്ലോ. സദാചാര പോലീസ് എന്ന ആശയം ഇന്ന് നമ്മളുടെ ഇടയിൽ നിലവിലുണ്ട്. നാണയത്തിന് രണ്ട് വശം ഉള്ളതുപോലെ ഇവിടെയും രണ്ട് വശമുണ്ട്. അതുകൊണ്ട് തന്നെ വസ്തുതാപരമായി അന്വേഷിച്ച് മാത്രം തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ഉറ്റുനോക്കി കുറ്റം വിധിക്കാനുള്ള വ്യഗ്രത എത്രയെന്ന് നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ടതാണ്. ഒരു യുവതിയും 3 കുഞ്ഞുങ്ങളുമായി നഗരത്തിലെ ഒരു ഒഴിഞ്ഞ കോണിലുള്ള വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. അവളുടെ ഭർത്താവ് മരിച്ചുപോയിരുന്നു. അധികം താമസിയാതെ ഈ സ്ത്രീയും കുടുംബവും പരിസരവാസികളുടെ ചർച്ചാവിഷയമായി മാറി. അധികം വൈകാതെ തന്നെ ആ സഹോദരിയെക്കുറിച്ച് വാർത്തകൾ പരന്നു തുടങ്ങി. ആ വീട്ടിൽ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നവരും പരദൂഷണ വൃന്ദത്തിന്റെ വിമർശനങ്ങൾക്ക് വിധേയരായി. അങ്ങനെയിരിക്കെ ആ സഹോദരി സാധനം വാങ്ങിക്കാൻ നടന്നു പോകുന്ന വഴിയിൽ തല ചുറ്റി വീണു. കണ്ടു നിന്നവർ പെട്ടെന്ന് അവളെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം ഭവനത്തിലെത്തിച്ചു. അതിനുശേഷമാണ് പരിസരവാസികൾക്ക് അവളുടെ വീടിന്റെ അവസ്ഥ മനസ്സിലായത്. ക്യാൻസർ രോഗിയായിരുന്ന ആ സഹോദരി തന്റെ കുഞ്ഞുങ്ങളെ പോലും അവളുടെ അസഹ്യമായ വേദന അറിയിക്കാതെ ഇരിക്കുവാൻ പരമാവധി ശ്രമിച്ചിരുന്നു. അവളുടെ ഭവനത്തിൽ ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നവർ അവളെ ചികിത്സിക്കുന്ന ഡോക്ടറും അവളുടെ സഹോദരങ്ങളുമായിരുന്നു. ഭർത്താവ് മരിച്ച ശേഷം അവളുടെ കാര്യങ്ങൾ ചെയ്തിരുന്നത് ഈ സഹോദരങ്ങളായിരുന്നു. യഥാർത്ഥ അവസ്ഥ പുറത്തു വന്നതോടെ മുമ്പ് കുറ്റം പറഞ്ഞവരും പഴി കൽപ്പിച്ചവർക്കും അവരുടെ വാക്കുകൾ വിഴുങ്ങേണ്ടി വന്നു. മറ്റുള്ളവരെ പറ്റി നാം അഭിപ്രായം രൂപപ്പെടുത്തുമ്പോഴും വിധി കൽപ്പിക്കുമ്പോഴും കണ്ടതിന്റെയും കേട്ടതിന്റെയും അടിസ്ഥാനത്തിലാകാതെ ഹൃദയം കൊണ്ട് വിലയിരുത്തുക വളരെ ആവശ്യമാണ്. നാം കണ്ടെന്നു പറയുന്നതിന്റെയും കേട്ടു എന്ന് അവകാശപ്പെടുന്നതിന്റെയും അവസ്ഥയിൽ നിന്ന് വളരെ അകലെയായിരിക്കും യാഥാർത്ഥ്യം. വിധിക്കപ്പെടാതിരിപ്പാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങൾ വിധിക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ ഈ വാക്യങ്ങൾ എത്രയോ പ്രസക്തമാണ്. സ്വന്തം കണ്ണിലെ കോൽ അവിടെ വെച്ചുകൊണ്ട് മറ്റുള്ളവന്റെ കണ്ണിലെ കരട് എടുത്തു കളയാൻ പോകുന്ന അവസ്ഥ പരിതാപകരമല്ലേ? സ്വന്തം കണ്ണിലെ കോൽ ആദ്യം എടുത്തു കളക. അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് എടുക്കുവാൻ നിനക്ക് നല്ല കാഴ്ച ലഭിക്കും. സ്വയം നീതീകരണത്തിന്റെ അങ്കി അണിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ നാം മുതിരരുത്. ദൈവത്തിന്റെ മുമ്പിൽ ഒരു വ്യക്തിയും നീതീകരിക്കപ്പെടുന്നില്ലല്ലോ. അതുകൊണ്ട് മറ്റൊരുവന് നേരെ ഏതൊരർത്ഥത്തിലും വിരൽ ചൂണ്ടുമ്പോൾ മറ്റു വിരലുകൾ നമുക്ക് നേരെയാണ് ചൂണ്ടുന്നത് എന്ന് മറക്കാതിരിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.